ഹായ് ഹലോ എം ആർ പോളിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലത്തെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ രാവിലത്തേക്കുള്ള ചായയും കാര്യങ്ങളും ഒക്കെ ആക്കിയതിന് ശേഷം ഒക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. എന്നിട്ട് വേണം നമ്മുടെ കോഴീൻ്റെ അടുത്തേക്ക് നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ രാവിലെ ചോറുണ്ടാക്കി, അതിന് കറിയും അതുപോലെ ചായക്ക് നമുക്ക് പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരിയും എല്ലാം ആക്കി വെച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഉള്ളിൽ എല്ലാ കാര്യങ്ങളും വീടിൻ്റെ ഉള്ളിലുള്ള പരിപാടിയും കാര്യങ്ങളും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഇത് നമ്മുടെ കോഴിക്ക് വേണ്ടിയിട്ട് നമ്മുടെ BV3 ഉള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ പത്തിരി ഉണ്ടാക്കി വെച്ച്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ചായ കുടിക്കണം നമ്മൾ. അതിന് മുന്നേ ഇവിടെയൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇത് നമ്മൾ ചായ കുടിച്ചതിന് ശേഷമാണ് ഞാൻ പുറത്തേക്ക് പോവുള്ളൂ, കോഴിൻ്റെ അടുത്തേക്ക് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ, തോട് കട്ടിയില്ലാത്തൊരു മുട്ട, ആ മുട്ട ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് ഇന്ന് ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ സാധാരണ അതേപോലെ തന്നെയാണ്, തോടിന് കട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതാ കണ്ടില്ല, കടലാസ് പോലെ കിടക്കുന്നത്, അത്രയേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. മുട്ട നല്ല മുട്ടയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ നമ്മുടെ കോഴികളെയൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടി പോയ സമയത്ത് ഇയാളാകെ ക്ഷീണിതനായി നിൽക്കുന്നത് കണ്ട്. അപ്പം നമ്മുടെ കമ്പിക്കൂട്ടിലുള്ള കോഴികളെയൊക്കെ ഞാൻ നെറ്റ് കെട്ടിയതിൻ്റെ ഉള്ളിലൊരു കൂട് വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ രാത്രി തൊട്ട് ഇവർ 2 പൂവന്മാരോട് ഈ പൂവനെ കൊത്തി ശരിയാക്കി. അപ്പോൾ ആകെ അയാൾ ടയേർഡായി. ഞാൻ നോക്കുമ്പോൾ നടക്കാനൊന്നും വയ്യ. എന്നപ്പോൾ ഞാൻ വേഗം എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ പിന്നെ കൊത്തി ശരിയാക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ വേഗം എടുത്ത് നമ്മുടെ കമ്പിക്കൂട്ടിലേക്ക് മാറ്റിയിട്ടോ. ഇനിയിപ്പോൾ അവനെ അങ്ങനെ പുറത്തേക്ക് വിടുന്നില്ല. പിന്നെ നമ്മളെ BV3 അടുത്തേക്ക് വന്നു. അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഗോതമ്പൊക്കെ എടുത്ത് വെച്ചത്. അപ്പോൾ ആ ഗോതമ്പും കുറച്ച് ലെയർ മാഷും എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് ഞാൻ നമ്മുടെ കോഴികൾക്ക് ഇട്ട് കൊടുത്തു. ലെയർ മാഷ് അപ്പം ഞാൻ അളവ് ഞാൻ കുറച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ഒരു കപ്പായിരുന്നു ഒരു 5 കോഴികൾക്ക് വേണ്ടിയിട്ട് കണക്കാക്കി കൊടുക്കാറ്. ഇപ്പോൾ അത് ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പകുതി ഗോതമ്പും പകുതി ലെയർ മാഷ് ആക്കിയിട്ട് കൊടുത്തു. പിന്നെ ഒരു വിശേഷമുള്ളത്, നമ്മുടെ വീട്ടിൽ, നമ്മളെ തറവാട് വീട്ടിൽ ഇന്നലെ ഒരു പുതിയൊരു അതിഥീനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. നമ്മളൊരു പശുവിനെയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പശുവിനെ വാങ്ങിയപ്പോൾ ആൾ ഗർഭിണിയായിരുന്നു കേട്ടോ, പ്രസവിക്കാനൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ പുലച്ചയ്ക്ക് 2 മണിക്ക് നമ്മുടെ ഈ പൊന്നുംകുട്ടിക്ക് ജന്മം കൊടുത്ത് നമ്മുടെ പുള്ളിപ്പശു. അപ്പോൾ നമ്മളെ പുള്ളിപ്പശു അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഇളയച്ചന്. അപ്പോൾ ഇവളെ നമ്മുടെ പൊന്നൂട്ടീനെ ഇങ്ങനെ ഉന്തി കൊണ്ടുപോകും കേട്ടോ. ആളങ്ങോട്ട് നടന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ പുറത്തേക്ക് കെട്ടിക്കഴിഞ്ഞാൽ പശുവിനെ മാത്രമായിട്ട് കെട്ടിക്കഴിഞ്ഞാൽ പശു പുല്ലൊന്നും തിന്നുകയില്ല. ഈ കുട്ടീനെ കുറിച്ചുള്ള ചിന്തയായിരിക്കുമല്ലോ. അപ്പോൾ വെറുതെ കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ കളിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിനെയും കൂടെ പുറത്തേക്ക് കെട്ടുകയാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ പുള്ളിപ്പശു കേട്ടോ. പുള്ളിപ്പശുവിനെ നമ്മളെ എവിടുന്നാണ് വാങ്ങിയതെന്ന് വെച്ചാൽ പുതുപ്പാടിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ നമ്മളെ പുള്ളിപ്പശു ഇതാണ്, നല്ലൊരു പശുവാണ്, ഒരു കുഴപ്പമില്ല. ഇതാദ്യം നമ്മൾ പോയി നോക്കിയിട്ട് കടിഞ്ഞോൽപ്രസവമാണ് കേട്ടോ ഇവളെ. അപ്പോൾ കടിഞ്ഞോൽപ്രസവമായതിനെക്കൊണ്ട് പാലിൻ്റെ കാര്യവും അങ്ങനെയൊന്നും നമുക്ക് അറിയില്ലല്ലോ എത്ര കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആദ്യം പോയി നോക്കിയ സമയത്ത് വാങ്ങാണ്ട് പോകുന്നതായിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പോയി പല സ്ഥലത്ത് ഇളയച്ചനും ഒക്കെ പോയി നോക്കിയിട്ട് കിട്ടിയിട്ടൊന്നുമില്ല വേറെ. ഇവിടുന്ന് ഇപ്പോൾ പശുവിനൊക്കെ ഭയങ്കര ഡിമാൻഡാണ്, എവിടെയും കിട്ടാനില്ല, ഒന്നാമത് അതാണ്. അപ്പോൾ ഇളയച്ചന് കുറേ പോയി നോക്കി ലാസ്റ്റ് പിന്നീട് ഇവൾ പ്രസവിച്ച് കഴിഞ്ഞാൽ വില കൂടും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ പ്രസവിക്കുന്നതിന് മുന്നേ ഒരു വിലയായിരിക്കുമല്ലോ, പ്രസവിച്ച് കഴിഞ്ഞാലാണല്ലോ വില കൂടുക. അപ്പോൾ അതുകൊണ്ട് പ്രസവിക്കാനായ സമയം ശരിക്ക് ഇന്നാണെങ്കിൽ, ഇന്നൊക്കെ പോയി വാങ്ങുന്നതെന്ന് വെച്ചാൽ ഇന്ന് അധികം വില കൊടുത്ത് നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇന്നലെ ഇളയച്ചൻ എന്തോ പെട്ടെന്ന് പോയി അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നപ്പം ആൾ നല്ല പശു തന്നെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നമ്മളിപ്പോൾ പാലിന് വേണ്ടിയിട്ടാണല്ലോ കാര്യമായിട്ട് പശുവിനെ പോറ്റുന്നത്. അപ്പോൾ പാലിൻ്റെ അളവ് കാരണം നമുക്ക് ഒരുപാട് വീടുകളിൽ കൊടുക്കാനുണ്ട്, അതുപോലെ സൊസൈറ്റിയിലും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിനനുസരിച്ച് പാലുള്ള പശു തന്നെ നമുക്ക് വേണം. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും കുഴപ്പമില്ല എന്ന് തോന്നുന്നു. ഇവൾ അത്യാവശ്യം നല്ല പശു ആണെന്ന് തോന്നുന്നു. വലിയ
ഇതൊന്നും ഇല്ല, ഒരു ഇതൊക്കെ ഒന്നും തോന്നുന്നില്ല, ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നുന്നില്ല. അങ്ങനെ ഇപ്പോൾ കുറേ പശുക്കളെയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിയിട്ട് പിന്നെ അധികം നമുക്ക് പാലിൻ്റെ ഒക്കെ ഒരു കുറവൊക്കെ വരികയാണെങ്കിൽ നമ്മൾ കൊടുത്ത് കളയും. പിന്നെ നല്ല പാലുള്ളത് തന്നെയാണ് നമ്മൾ എടുക്കുക കേട്ടോ. ഇത് നല്ല പശുവാണ്, ഒരു കുഴപ്പമില്ല. ആള് പിന്നെ ഒരുപാട് ചില പശുക്കളില്ലേ, പിന്നെ മക്കൾ പ്രസവിച്ച് കഴിയുമ്പോഴത്തേക്കും മക്കളെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഒച്ച വെക്കുക, പിന്നെ കരയുക, നിലവിളിക്കുക, അങ്ങനെ ശല്യപ്പെടുത്തി കൊണ്ടുണ്ടാവും. പക്ഷേ ഇത് അതൊന്നുമില്ല കേട്ടോ. നല്ലോണം കുട്ടീൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നു എന്നല്ലാണ്ട് വേറെ പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൾ ഉഷാർ തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ ഉന്തി കൊടുക്കുമായിരുന്നു കേട്ടോ ചെറിയ പശുക്കുട്ടീനെ. അത് പോകുന്നില്ല, താഴോട്ട് ഇറങ്ങുന്നില്ല. അപ്പോൾ ഞാൻ ഇളയച്ചൻ്റെ കൂടെ നിന്ന് ഒന്ന് ഉന്തി കൊടുത്തതാണ് അങ്ങോട്ട്. അപ്പോൾ അതാ പറമ്പിലേക്ക് കെട്ടുകയാണ്. പിന്നെ അപ്പോൾ ഇയാൾ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് തൽക്കാലത്തേക്ക് കെട്ടിവെക്കുകയാണ്. ആലയിൽ എപ്പോഴും ആലയിൽ തന്നെ ഇടേണ്ട, കാലൊക്കെ ഒന്ന് ഓടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടേ. ഇത് നമ്മുടെ കുട്ടപ്പായി, നമ്മളിത് ഇവിടുത്തെ ഇവിടെ ഉണ്ടായ പശുക്കുട്ടി കടിഞ്ഞൂൽ പ്രസവിച്ച സമയത്തുള്ള കുട്ടിയാണ്. ഇവിടെ ഒരു ഇതിപ്പം ഇവിടെ 2-3 കുട്ടികളുണ്ട് ഇപ്പോൾ. ഇയാളാണ് മൂത്തത്. ഇതൊരു കുട്ടപ്പായിയാണ്. ഇവനാണ് പിന്നെ ആൺകുട്ടി. പിന്നെ ബാക്കിയുള്ളതൊക്കെ 2 പെണ്ണാണേ. അപ്പം ഇതൊക്കെയാണ് നമ്മളെ പശുക്കളെ വിശേഷം. ഇപ്പോൾ ഇതാണ് ഈ വില്ലന്മാർ. ഇവർ 2 പൂവന്മാരാണ് നമ്മുടെ മറ്റേ പൂവനായിട്ട് ശരിയാക്കി കളഞ്ഞത്. ഇവർ കൊത്തിപ്പിടിച്ച് പറിച്ച് എല്ലാം കൂടെ അതിനെല്ലാം കൂടെ ഒരു സൈഡാക്കി വെച്ച്. ഇപ്പം ഞാൻ എന്നിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഇടൂല, ഞാൻ അവനെ അതിനുള്ളിൽ തന്നെ ഇടുള്ളൂ. ഇനിയിപ്പോൾ ഇവരെ ഇതായിരിക്കല്ലോ ഭരണം. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെ കൊത്തി കൊല്ലും. അതുകൊണ്ട് ഇനി നമ്മൾ അതിൽ തന്നെ ഇടുള്ളൂ.